ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതുവരെ ഒരു കറിയും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് കറി വെക്കുന്നവർക്ക് ഇതിലും എളുപ്പത്തിൽ വേറൊരു കറി ഉണ്ടാക്കാൻ പറ്റില്ല. വേണ്ടത് നേന്ത്രക്കായ, മത്തൻ. തേങ്ങ ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതും തന്നെ ഇതിൻ്റെ കുരു മാത്രം നീക്കം ചെയ്താൽ മതി. ഈ ഭാഗം എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തോലും കളയണ്ട. ഏത് രീതിയിൽ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ നമുക്ക് മുറിച്ചിട്ടെടുക്കാം. നേന്ത്രക്കായ പിന്നെ നല്ല മൂത്ത കായാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിന് വെളുത്തുള്ളി, ഇത്രയേ വേണ്ടൂ. തേങ്ങ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം മുറിച്ച് വെച്ചതാണ്. കായ മുറിച്ചിട്ടിട്ട് കഴുകണ്ട, നല്ല മൂത്ത കായാണ്. ഞാൻ തോല് ചെറുതായിട്ടൊന്ന് ചുരണ്ടിക്കളഞ്ഞു. എന്നിട്ട് മുറിച്ചിട്ട് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ഉപ്പ് 1 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ വേണം. നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ 1/2 ഗ്ലാസ് വെള്ളം മതി. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. ഞാനിപ്പം ചട്ടിയിലായതുകൊണ്ട് മൺചട്ടിയിലാണ്. ഇങ്ങനെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം ചട്ടിയിൽ വെക്കുമ്പോൾ. കുറച്ച് കുട്ടികൾക്ക് പോലും വെക്കാം. മൺചട്ടിയിലായതുകൊണ്ട് ഇത്രയും വെള്ളം വെക്കണം. നമുക്ക് ഉപ്പെല്ലാം ഇപ്പം തന്നെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വെന്തിട്ട് ഉപ്പിട്ട സ്ഥലത്ത് അങ്ങനെ ആയിപ്പോൾ പിന്നെ ഇളക്കി കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകുന്ന സാധനമാണ്. പെട്ടെന്ന് ആകുന്നത്. കായൊക്കെ കുറച്ചും കൂടി വേവുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്ക് അടുപ്പത്ത് വെക്കാം. തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളക്കുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് 2 അരി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഉപ്പാദ്യം ഇട്ടതല്ലേ, അതൊന്ന് എല്ലാവരും ശരിക്കും ആയിട്ടില്ലെങ്കിൽ ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു കൊടുത്തു. 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം പാകത്തിനുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വിറക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കരണ്ടിയിൽ. വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളിയും ഉണക്കമുളകും മാത്രം മതി, വേറെ ഒന്നും വറുത്ത് ചേർക്കണ്ട. 6 പേർക്ക് കഴിക്കേണ്ട വന്നുണ്ട്. ഒരു നേന്ത്രക്കായും ഒരു ചെറിയ കുമ്പളങ്ങേൻ്റെ കാൽഭാഗവും. വെള്ളം ഇങ്ങനെ വേണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ചെടുത്താൽ മതി. കരിയുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്തു. കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഓല റെഡിയായി. തേങ്ങ വേണ്ടുന്നവർക്ക് ചേർക്കാം. തേങ്ങ ചേർത്താലും മധുരം ഉണ്ടാവും. ഇതന്നെ നല്ല മധുരമുള്ള കുമ്പളങ്ങ, നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങ. നമ്മുടെ ഓറിന് ഇവിടെ റെഡിയായി. ഇവരെ കറി വെച്ച് അതാക്കുപോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയായിരുന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.